ഒരു പക്ക മാസ് പടമാണ്. സൈനികത്തിൻ്റെ ഫാദർ അബിക്ക് പറ്റാത്ത സൈനികം നേടുകയാണ്. സൈനികത്തെ ഒരുപാട് ഒതുക്കാൻ നോക്കുന്നുണ്ട്. ഒരു റൊമാൻസ്, സെന്റിമെൻറ്റ്സ്, ആക്ഷൻ എല്ലാ ജോണ്ടറും ഉണ്ട്. എല്ലാം കൊണ്ട് പക്ക എൻ്റർടൈൻമെൻറ്റ്. ഇതൊരു RDX പോലെ തോന്നുന്ന ഇത് സൂപ്പർ സ്റ്റാർ പദ്ധതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ലാലേട്ടനെ പോലെ, രാജാവിൻ്റെ മോൻ ലാലേട്ടൻ വന്ന പോലെ നല്ലൊരു അടുത്തൊരു RDX എഫക്റ്റാണ് എനിക്ക് വന്നത്. എല്ലാം നല്ല റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാ ജോണ്ടറും ഉണ്ട്. ഈ കാലത്ത് മൂവി പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, 1 മിനിറ്റ് കൊണ്ട് ലാഗ് വരാൻ പാടില്ല. ലാഗില്ല. സന്തോഷ് കുരുവിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും വലിയൊരു എൻ്റർടൈനർ, വലിയൊരു ഹിറ്റായി മാറും. മ്യൂസിക് നല്ലതാണ്, BGM നല്ലതാണ്. ഇത് ഒരു കുറ്റം കാണിക്കാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ രജനീകാന്ത് ഫിലിമാണ് പോലെ ഒരു പക്കാ മാസ്. ക്ലാസ് ഒന്നല്ല, ഓഫ് ബീറ്റൊന്നല്ല, പക്ഷേ നല്ലൊരു മാസ് എൻ്റർടൈനറാണ്. ആദ്യമായിട്ടാണ് സൈനിക ഇങ്ങനെ ഇത് നല്ലൊരു എന്തായാലും സൈനിക ആറാടിയാണ് പറയും. മറ്റേ ഭാഗ്യരാജ് മകൻ, പിന്നെ പൂർണ്ണിമ ചെത്ത എല്ലാവരും തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ലാഗ് ഒട്ടും ഇല്ല. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. ഉണ്ടാവുകയായിരിക്കും. ഒരു രക്ഷയില്ല. പടം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ഫൈറ്റും ഒരു പക്ക റിയലിസ്റ്റിക് സ്റ്റോറി അങ്ങനെ കാണുന്നത് ആ ലെവലിലാണ് പടം. ഒട്ടും ഒരു ലാഗില്ല. നമ്മൾ എൻഗേജഡ് ആയിട്ട് നമ്മൾ തൃപ്തിയോടെ ഇറങ്ങി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ നമ്മളൊരു ലാസ്റ്റ് ഒരു 20 മിനിറ്റാണ് സിനിമയിലെത്തുന്നത്. ബാക്കിയെല്ലാം പക്ക റിയലിസ്റ്റിക് ആണത്. ഒരു ബോർഡറിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കറക്റ്റ്. പിന്നെ ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ എടുത്തു പറയണം. കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. അടിപൊളി കാസ്റ്റിംഗ്. പിന്നെ മ്യൂസിക് ആണെങ്കിലും എല്ലാം ഡയറക്ഷൻ പക്ക അടിപൊളി. സൈനികം വേറെ ലെവൽ. ആ പഞ്ചിങ് ഒരു എനിക്ക് തോന്നുന്ന മറ്റേ RDXൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെക്കാം. ആ ലെവലിലാണ് സൈനികത്തിൻ്റെ ഫൈറ്റ്. ബാക്കി എല്ലാം കൊണ്ടും സൂപ്പർ മൂവി, അടിപൊളി.